നീതിയും നിയമവും നോക്കുകുത്തിയാകുന്ന കാഴ്ചയാണ് കേരളം വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. സഹോദരിക്കൊപ്പം മാളിലെത്തിയ AR ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയെ SFI ഗുണ്ടകൾ വളഞ്ഞിട്ടു തല്ലിയ സംഭവത്തിൽ മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് സേനയ്ക്കുള്ളിൽ വൻ പ്രതിഷേധത്തിന് തീകൊളുത്തിയിരിക്കുകയാണ്. അന്ന് SFIക്കാരോടൊപ്പം പെൺകുട്ടികൾ ഇല്ലാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ പോലീസുകാരനെതിരെ ബലാത്സംഗത്തിന് വരെ കേസെടുത്തേനെ എന്ന പരിഹാസവും അമർഷവുമാണ് പോലീസ് ഗ്രൂപ്പുകളിൽ അണപൊട്ടി ഒഴുകുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് തെളിവാണ് ഈ കേസ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെതിരെ കേസെടുത്തതെന്നാണ് ആക്ഷേപം. പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് നിയമലംഘനം നടത്തിയ SFIക്കാരെ നേരിട്ടതിലുള്ള പകപോക്കലാണ് മാളിൽ നടന്ന ആസൂത്രിത മർദ്ദനത്തിന് കാരണം. മിഥുനെ പിന്തുടർന്ന് അസഭ്യം പറയുന്നതും നിന്റെ തിളപ്പ് മാറിയോടോ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിലത്തിട്ട് ചവിട്ടിയിട്ടും പരാതി നൽകാൻ വഞ്ചൂർ സ്റ്റേഷനിലെത്തിയ മിഥുനെ അവഗണിച്ച പോലീസ് ഒടുവിൽ കേസെടുത്തത് വെറും നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ്. എന്നാൽ SFIക്കാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മിഥുനും സഹോദരിക്കുമെതിരെ കൊലപാതക ശ്രമത്തിന് തുല്യമായ വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഒട്ടും മടിച്ചില്ല. തങ്ങളുടെ സഹപ്രവർത്തകൻ നടുറോഡിൽ തല്ലുകൊള്ളുകയും കള്ളക്കേസിൽ കുടുങ്ങുകയും ചെയ്തിട്ടും പോലീസ് സംഘടനകൾ പുലർത്തുന്ന മൗനമാണ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുന്നത്. യൂണിഫോം ഇട്ട പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടും രാഷ്ട്രീയ യജമാനന്മാരെ ഭയന്ന് കണ്ണടയ്ക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടി പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണ്. അധികാരം കയ്യിലുള്ളവർക്ക് എന്തുമാകാം എന്ന അവസ്ഥാവിശേഷം പോലീസിനുള്ളിൽ വൻ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുകയാണ്. രാഷ്ട്രീയ അടിമകളായി മാറുന്ന സംഘടനകൾക്കെതിരെയും ഭരണകൂട ഭീകരതയ്ക്കെതിരെയും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നുറപ്പ്. പോലീസുകാരനെ SFI പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ്. മോളിലെത്തിയ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെ പിന്തുടർന്ന് അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്ത ശേഷമാണ് SFI പ്രവർത്തകർ ആക്രമിച്ചത്. പോലീസുകാരനെ മർദ്ദിച്ച് താഴെയിട്ട ശേഷം തൊഴിക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ പോലീസുകാരൻ ശ്രമിച്ചെങ്കിലും 4 SFIക്കാർ പ്രവർത്തകർ കൂട്ടമായി ആക്രമിച്ചതോടെ താഴെ വീണു കിടക്കുമ്പോഴും മർദ്ദിക്കാനായിരുന്നു ശ്രമം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ SFI പ്രവർത്തകർ പകർത്തുകയും ചെയ്തു. ഇതിനിടെ മാളുണ്ടായിരുന്നവരിൽ നിന്നും ആരോ പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. മാളിലെത്തിയ സമയം മുതൽ പോലീസുകാരനെ പിന്തുടർന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു SFI പ്രവർത്തകർ ആക്രമിച്ചത്. നിന്റെ തിളപ്പ് മാറിയോ? പേടിയാണോ? എന്താടാ നോക്കുന്നത്? നിനക്കിപ്പോൾ അടിക്കണ്ടേ? നിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ലോ, ഇപ്പോൾ പേടിയാണോ? നിനക്കില്ലായിരുന്നോ കാണുന്നവരൊക്കെ അടിക്കേണ്ടത്? അടിക്ക്, ചോദിക്കുന്നത് നിന്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന SFI പ്രവർത്തകരെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. SFI പ്രവർത്തകർ കൂട്ടമായി പോലീസുകാരന് പിന്നാലെ നടന്നു പോകുന്നതും പിന്നീട് ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആക്രമണം നേരിട്ടതിന് പിന്നാലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെത്തി മിഥുൻ റോയ് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു എന്നാണ് വിവരം. പിന്നീട് പോലീസ് സേനയിലെ സഹപ്രവർത്തകരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഇടപെട്ടാണ് കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അതേസമയം SFI പ്രവർത്തകരെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന പേരിൽ മർദ്ദനം ഏറ്റ പോലീസുകാരനെതിരെയും കേസെടുക്കുകയായിരുന്നു. SFI പ്രവർത്തകർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മിഥുൻ റോയ്ക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്.